പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ആഴമെന്ന തിരുവചന വ്യാഖ്യാന പങ്ക്തിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ദനഹാകാലത്തിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ചയാണിന്ന്. ദൈവം നമുക്ക് നൽകിയ ഈ കർത്താവിൻ്റെ ദിവസത്തെ ഓർത്ത് നന്ദി പറയാം. ഏറ്റവും വിശുദ്ധമായി അത് ആചരിക്കാം. ദൈവവചനം കൂടുതൽ പഠിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്നത്തെ തിരുവചന വായനകളിലൂടെ നമുക്ക് പ്രാർത്ഥനാപൂർവ്വം കടന്നു പോകാം. ഒന്നാം വായന പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 9 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. ദൈവം മോശയെ വിളിച്ച് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാനുള്ള നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നതും തുടർന്ന് ഫറവോയുടെ മുമ്പിലേക്ക് സംസാരിക്കാൻ നിന്നെ ഞാൻ നിയോഗിക്കുന്നുവെന്ന് പറഞ്ഞ് മോശയെ ശക്തിപ്പെടുത്തുന്നതുമാണ് ഈ വചനഭാഗം. മോശ ചോദിക്കുന്നു, എന്നെ അയച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ആരാണെന്ന് പറയണം. ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ പേരും വെളിപ്പെടുത്തുന്നതാണ് ഈ ഒന്നാം തിരുവചന ഭാഗത്ത് നമ്മൾ കാണുന്നത്. രണ്ടാം വായന പ്രഭാഷകൻ്റെ പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെയും ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ മഹിമയെക്കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിൻ്റെ മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ മഹത്വവും വലിപ്പവും നിസ്സാരമാണെന്ന് തിരുവചനം പറയുന്നു. 100 വർഷത്തോളം ഒരു മനുഷ്യൻ ജീവിച്ചാൽ പോലും ദൈവത്തിൻ്റെ മഹിമയോട് തുലനം ചെയ്യുമ്പോൾ അത് നിസ്സാരമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം നമ്മളെ വീണ്ടും ഈ തിരുവചനം ഓർമ്മിപ്പിക്കുന്നു. മൂന്നാം വായന വെളിപാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം 4 മുതൽ 8 വരെ വാക്യങ്ങളാണ്. യോഹന്നാൻ തനിക്ക് ലഭിച്ച വെളിപാടിൽ 7 സഭകൾക്ക് എഴുതി തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ആദ്യം മുതലുള്ള പേര് തന്നെ ഉപയോഗിച്ച് ഇവിടെ വീണ്ടും പറയുന്നു. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനുമായ ദൈവത്തിൻ്റെ മഹത്വവും കൃപയും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ പേരും ദൈവത്തിൻ്റെ മഹത്വവും ഒരിക്കൽ കൂടി അവതരിപ്പിക്കുകയാണ് ഈ വചനഭാഗത്തിലും. 4-ാമത്തെ വായന സുവിശേഷം, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 21 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. ഈശോ അവിടെ യഹൂദർക്ക് മുന്നറിയിപ്പ് നൽകുമ്പോൾ താൻ ആരാണെന്നും എവിടെ നിന്ന് വന്നുവെന്നും എന്തിനു വന്നുവെന്നും ഒക്കെ പറഞ്ഞ് തൻ്റെ മഹത്വവും തൻ്റെ മഹിമയും അവരുടെ മുമ്പിലും വിവരിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗവും. ഇന്നത്തെ സുവിശേഷ ഭാഗത്തെക്കുറിച്ച് 2 പ്രാർത്ഥനാ ചിന്തകൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്, ഈശോ യഹൂദരോട് പറയുന്നു, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ഈശോ തന്നെ കേട്ടുകൊണ്ടിരുന്ന ജനത്തിൻ്റെ വലിയ ദൗർഭാഗ്യത്തെക്കുറിച്ച് പറയുകയാണ്. താൻ കൂടെയുള്ളപ്പോൾ, ദൈവപുത്രനായ സ്വർഗത്തിൽ നിന്ന് വന്നവനായ താൻ കൂടെയുള്ളപ്പോൾ തന്നെ മനസ്സിലാക്കാൻ ഈ ജനത്തിന് പറ്റുന്നില്ല. ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾ എന്നെ അന്വേഷിക്കും, എൻ്റെ മഹിമ മനസ്സിലാക്കും. പക്ഷേ നിങ്ങൾക്കപ്പോൾ ഞാനായിരിക്കുന്നിടത്തേക്ക് വരാൻ സാധിക്കുകയില്ല. കാരണം അപ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിച്ചിരിക്കും. പാപം എന്നുള്ളത് ദൈവത്തെ അറിയാതെ പോകുന്നതാണ് പാപം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കും, കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ, അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. ദൈവം കൂടെയുള്ളപ്പോൾ, ദൈവം അടുത്തുള്ളപ്പോൾ ദൈവത്തെ കാണാതെ പോകുന്നവരാണോ, മനസ്സിലാക്കാതെ പോകുന്നവരാണോ, വേണ്ട വിധം അറിയാതെ പോകുന്നവരാണോ നമ്മൾ എന്ന ആത്മശോധന ചെയ്യാനാണ് ഇന്നത്തെ തിരുവചനം നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമുക്ക് ദൈവത്തെ കാണാനും അറിയാനും അനുഭവിക്കാനും പല സാധ്യതകൾ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. സഭയിൽ, കൂദാശകളിൽ, പരിശുദ്ധ കുർബാനയിൽ, നമ്മുടെ തന്നെ സഹോദരങ്ങളിൽ, ജീവിതത്തിൻ്റെ ഉയർച്ചകളിലും താഴ്ചകളിലുമൊക്കെ കൂടെയുള്ള ദൈവത്തെ അറിയാനുള്ള നിരന്തരമായ ഓർമ്മപ്പെടുത്തലാണ് തിരുസഭ നമുക്ക് നൽകുന്നത്. നമുക്ക് ഈ ഒന്നാമത്തെ പ്രാർത്ഥനാ ചിന്തയിൽ ഇപ്രകാരം നമ്മളെ തന്നെ ആത്മശോധന ചെയ്യാം. ദൈവം കൂടെ ഉള്ളപ്പോൾ ദൈവത്തെ അന്വേഷിക്കാത്ത, ദൈവത്തിൻ്റെ കാര്യത്തിൽ താല്പര്യം കാണിക്കാത്ത, ദൈവത്തെ സ്നേഹിക്കാത്ത നമ്മൾ, ദൈവം നമ്മളിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ അതേക്കുറിച്ച് കൂടെയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുകയും ദൈവത്തെ അന്വേഷിച്ചു പോവുകയും ചെയ്യുന്നവരാണോ നമ്മൾ? അങ്ങനെയെങ്കിൽ ഈശോ നമ്മളോടും പറയും, ഞാൻ ആയിരിക്കുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല.
നമുക്ക് ഓരോ ദിവസവും ദൈവത്തെ അറിയാനും മനസ്സിലാക്കാനും കൂടുതൽ ആഴത്തിൽ അനുഭവിക്കാനും കിട്ടുന്ന സാധ്യതകളെ നഷ്ടപ്പെടുത്താതെ പ്രാർത്ഥനാപൂർവം പ്രയോജനപ്പെടുത്താനായിട്ട് പരിശ്രമിക്കാം. രണ്ടാമതായി നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്ന ഒരു കാര്യം, യഹൂദർ ഈശോയോട് ചോദിക്കുന്നു, നീ ആരാണ്? ഈശോ അതിന് തൻ്റെ പേര് നേരിട്ട് പറഞ്ഞൊരു ഉത്തരം നൽകുകയല്ല ഇവിടെ ചെയ്യുന്നത്. മറിച്ച് ഈശോ ഉടനെ പിതാവിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുന്നു. തൻ്റെ നിലനിൽപ്പ് പിതാവിനെ പൂർണ്ണമായും ആശ്രയിച്ചാണ് എന്നുള്ളതുകൊണ്ട് ഈശോ അപ്പോൾ മുതൽ പറയുന്ന ഓരോ കാര്യങ്ങളും പിതാവിനോട് ചേർത്താണ്. എന്നെ അയച്ചവൻ സത്യവാനാണ്, അവിടുത്തെ അധരങ്ങളിൽ നിന്ന് കേട്ടവ മാത്രം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, അവിടുത്തെ കണ്ടതിൽ നിന്ന് ഞാൻ കാര്യങ്ങൾ പറയുന്നു, അവിടുന്ന് പഠിപ്പിച്ചതുപോലെ ഞാൻ സംസാരിക്കുന്നു, എന്നെ അയച്ചവൻ എൻ്റെ കൂടെയുണ്ട്, അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, ഞാൻ എപ്പോഴും അവിടുത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. ഈശോ പറയുന്ന കാര്യങ്ങളിലെല്ലാം തൻ്റെ കാര്യമോ താൻ എവിടെ നിന്ന് വന്നോ എന്നോ താൻ ആരാണെന്നോ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാതെ എല്ലാം പിതാവിനോട് ചേർത്ത് പറയുന്നു. കാരണം ഈശോ പിതാവ് അയച്ചിട്ട് വന്നയാളാണ്, പിതാവിനോട് അതുപോലെ ചേർന്ന് ഒരുപോലെ ഇരിക്കുന്നയാളാണ്. പിതാവില്ലാതെ തനിക്ക് നിലനിൽപ്പില്ല എന്ന് ഈശോ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൂട്ടായ്മയായ ത്രിയേക ദൈവത്തിൻ്റെ സ്വഭാവം ഈശോ ഇവിടെ വിവരിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് നമുക്കുമുള്ള വലിയ ഓർമ്മപ്പെടുത്തലാണ്. ദൈവത്തിൻ്റെ സൃഷ്ടികളാണെങ്കിലും നമ്മൾ മനുഷ്യരെന്ന നിലയിൽ നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കാനാവില്ല. പ്രകൃതിയിൽ നിന്ന് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ കണ്ടെത്തും. ഒരു മത്സ്യത്തിന് ജീവിക്കാൻ അടിസ്ഥാനപരമായ ജീവിതകാര്യമാണ് ജലം. ഒരു മരത്തിന് നിൽക്കാൻ അടിസ്ഥാനപരമായി മണ്ണ് ആവശ്യമാണ്. പക്ഷിക്ക് പറക്കാനും ജീവിക്കാനും അടിസ്ഥാനപരമായി വേണ്ട കാര്യം ആകാശമാണ്. അതുപോലെ മനുഷ്യന് ജീവിക്കാൻ അടിസ്ഥാനപരമായി വേണ്ട കാര്യം ദൈവമാണ്. സാധാരണ പറയാറുണ്ടല്ലോ, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യം, ദൈവം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ചേർന്ന ഒരു ജീവിത പങ്കാളി ഒരാൾക്ക് കൊടുക്കുമ്പോൾ മാത്രം നമ്മൾ വായിച്ച് ധ്യാനിക്കേണ്ട ഒരു തിരുവചന ഭാഗമല്ലത്. എല്ലാ മനുഷ്യനെയും കുറിച്ചത് സത്യമാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനപരമായ അർത്ഥങ്ങളിലൊന്ന്, ദൈവത്തെ കൂടാതെ, ദൈവമില്ലാതെ ഒറ്റയ്ക്ക് ഒരു മനുഷ്യനും ആർക്കും ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യമാണ് ദൈവം. ആ ദൈവത്തോട് ഒപ്പമാണോ, ദൈവത്തോട് ചേർന്നാണോ നമ്മളെപ്പോഴും ജീവിക്കുന്നത് എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം. നമ്മൾ കണ്ട ഈ രണ്ട് ചിന്തകളെയും നമുക്കൊന്ന് സമാപിപ്പിക്കാം. ദൈവത്തെ തേടാൻ സാധ്യതയുള്ള ഈ അവസരത്തിൽ, ഇപ്പോൾ എൻ്റെ ജീവിത സാഹചര്യത്തിൽ ഞാനത് മറന്നുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കാതെ എൻ്റെ ജീവിതം ഈ ലോകത്തിൻ്റേതായ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോവുകയാണോ? അതുപോലെ ദൈവത്തെ മാറ്റി നിർത്തി എനിക്ക് തന്നെ ഒരു ജീവിതമില്ല, ഒരു സന്തോഷമില്ല എന്ന് നാം തിരിച്ചറിയുന്നുണ്ടോ? ഈ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കാനും കൂടുതൽ വിശുദ്ധമായി ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാനും നമ്മളെ സഹായിക്കട്ടെ. ഏവർക്കും അനുഗ്രഹപൂർണമായ നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.